നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ ബേസ് ചെയ്ത് കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു ഓൺ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് on this engineering mechanics itself. Okay, engineering mechanics നെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്, അതായത് ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റേഴ്സ് ഓൺലൈൻ ടെക്നിക്കൽ എക്സാം എന്ന ചാനലിലാണ്. ടെക്നിക്കൽ എക്സാം എന്ന് പറയുന്ന ചാനലിലാണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കി വീഡിയോസ് നമുക്ക് മാസ്റ്റേഴ്സ് ഓൺലൈൻ ഈ ചാനലിൽ ഇടാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് നമുക്ക് ഇതിൽ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ മുന്നേയുള്ള വീഡിയോസ് ആ ചാനലിലാണ്, നിങ്ങളൊന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഈ ചാനലിന്റെ നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ചാനലിന്റെ നെയിം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ മാസ്റ്റേഴ്സ് ഓൺലൈൻ്റെ 4ാമത്തെ 5ാമത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോമ്പോസിഷൻ ആൻഡ് resolution of force vectors എന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KTUവിൻ്റെ സിലബസ് ആണ് ഞാൻ മെയിൻലി ഫോളോ ചെയ്യുന്നത്. KTUവിൻ്റെ 2015 ആയാലും 2019 ആയാലും രണ്ട് സ്കീമിലും ഇത് മോഡ്യൂൾ 1ലാണ് ഡീൽ ചെയ്യുന്നത്. 2016ന്റെയും 2019ന്റെയും രണ്ടിന്റെയും സ്കീമിൽ ഈ ടോപ്പിക് വരുന്നത് മോഡ്യൂൾ 1ലാണ്. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ അല്ല, പക്ഷെ ഇതിൽ നമുക്ക് വരുന്ന ഒരു അവസാനത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇതിൽ ഞാൻ 2 ടേം പറഞ്ഞിട്ടുണ്ട്, കോമ്പോസിഷനും അതുപോലെ റെസല്യൂഷനും. അപ്പം എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ് വെക്ടേഴ്സ് എന്ന് ആദ്യം മനസ്സിലാക്കാം. കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ് വെക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എന്ത്, കഴിഞ്ഞ ഒരു 2-3 വീഡിയോസിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എന്ത്, ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെ. എന്തായിരുന്നു ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ സാരാംശം എന്തായിരുന്നു? അതായത് നമുക്ക് രണ്ട് ഫോഴ്സ്, ലെറ്റ് ഇറ്റ് ബി എ ഫോഴ്സ് വെക്ടർ എഫ് എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വെക്ടറും എഫ് ബി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വെക്ടർ തന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ടിന്റെയും റിസൾട്ടന്റ് ആയ റിസൾട്ടന്റ് ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഫോഴ്സ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലെ. ഒരു ഇക്വേഷൻ സോ ആൻഡ് സോ എഫ് എ സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ പ്ലസ് 2fa fb cos theta. The angle between the two force vectors is theta. അതുകൊണ്ടാണ് നമ്മൾ cos theta എന്ന് വിളിച്ചത്. അവസാനം cos theta എന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ
കോമ്പോസിഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. അതായത് കമ്പൈനിങ് ടു വെക്ടേഴ്സ്, അതാണ് കോമ്പോസിഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. That is combining two vectors, two force vectors. ഇതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എന്താണ് കോമ്പോസിഷൻ എന്നുള്ളത് ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കി അല്ലെ. ഞാൻ രണ്ട് എക്സ്പ്രഷൻ ഒന്ന് എഴുതാണ് ഇവിടെ. If we are given a two vectors FA, FB, then the composition, that is the composition of the two vectors will be എന്താണ്? ഞാൻ ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാണ് ഇവിടെ. ഓക്കെ, ഞാൻ എക്സ്പ്രഷൻ ഇവിടെ ഒന്നുകൂടെ എഴുതാണ്. R is equal to root of FA square plus FB square plus 2FA FB cos theta. ഇതാണ് എക്സ്പ്രഷൻ, which is known as the law of vector addition. When the two forces are inclined at theta angle. Okay. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന എവിടെയാണ്? When the two force vectors are inclined at an angle theta. Theta angle inclined ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. സപ്പോസ് രണ്ട് ഫോഴ്സ് വെക്ടേഴ്സും ഇഫ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിലോ? രണ്ട് ഫോഴ്സ് വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് ചെയ്യും? എന്തായിരിക്കും എക്സ്പ്രഷൻ? പറഞ്ഞേ. വാട്ട് വിൽ ഹാപ്പൻ ദേർ? നോക്കൂ, തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് 90 ഡിഗ്രി ആവും അല്ലെ. അപ്പൊ എന്താവും എക്സ്പ്രഷൻ? ഈ കമ്പോണന്റ് കംപ്ലീറ്റ്ലി 0 ആയി പോകും. വെൻ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണ് ഈ സംഭവിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞു തരുന്നത്. Therefore, R can be written as root of FA square plus FB square. ഈ കമ്പോണന്റ് കാണത്തില്ല, ഈ കമ്പോണന്റ് കാണത്തില്ല. എന്തുകൊണ്ടാ? 90 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് FA FB എന്ന് പറയുന്ന രണ്ട് കമ്പോണന്റ് ഫോഴ്സ് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കമ്പോണന്റ് ഫോഴ്സ് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ഡെറിവേഷൻ ആയിട്ട് പഠിച്ചത്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി ആ രണ്ട് ഫോഴ്സ് വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇഫ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് പറയാം? ഈ എക്സ്പ്രഷൻ യൂസ്ഫുൾ ആവും. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് കമ്പൈനിങ് ടു ഫോഴ്സ് വെക്ടേഴ്സ്. കമ്പൈനിങ് ടു ഫോഴ്സ് വെക്ടേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചത്. അപ്പൊ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. നൗ ഗോയിങ് ടു, ഇപ്പം നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. കോമ്പോസിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് സെക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ആണ് ഓക്കെ. നോക്കാം. കോമ്പോസിഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ആണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് വെക്ടേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? രണ്ട് ഫോഴ്സ് കമ്പോണൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ FX FY എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് വെക്ടേഴ്സ് കിട്ടിയാൽ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കലായിരുന്നു. ഇപ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ റിസൾട്ടന്റ് എന്ന് പറയുന്ന R എന്ന് പറഞ്ഞ ഫോഴ്സ് വെക്ടറിനെ നമ്മൾ FX എന്നും
എഫ് വൈ എന്നും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. എഫ് എക്സും എഫ് വൈ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണേ. സോ നോക്കൂ, സപ്പോസ് വേറൊരു കളർ എടുക്കാം. Suppose we have okay, we have two force components, Fx and Fy, which is perpendicular to each other. ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് ആണ് നമ്മുടെ ഫോഴ്സ് വെക്റ്റർ ആർ. ഓക്കെ, ഡെറിവേഷൻ ആണ്. ആൻഡ് ആറും എഫ് എക്സും തമ്മിലുള്ള ആംഗിള് തീറ്റയും അതുപോലെ എഫ് വൈയും ആറും തമ്മിലുള്ള ആംഗിള് പൈയും ആണെന്ന് എടുക്കുക. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ആറിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, എഫ് എക്സും എഫ് വൈയും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ ആറ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ തിരിച്ചാണ്. അതായത് ആറിൽ നിന്ന് നമ്മൾ എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഐ എം കൺവേർട്ടിംഗ് ദിസ് ഡയഗ്രാം. നമുക്ക് ഇതിനൊരു ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. നോക്കൂ, from this diagram I am converting this into a triangle. If R is the hypotenuse, that is the resultant is the hypotenuse, then one will be the altitude and one will be the base. അതായത് ഇപ്പം R hypotenuse ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, Fy will be the altitude or height and Fx will be the base. നമുക്ക് ഇതിന്റെ സൈഡും നമ്മളെ ഇതിന്റെ ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഫ്രം ദ ഡയഗ്രാം നമുക്ക് എന്ത് പറയാം, ഇത് തീറ്റ ആയിരിക്കുമല്ലോ. നോക്കൂ, ആറും എഫ് എക്സും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഉണ്ടല്ലോ തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ തീറ്റ കൊടുത്തു. അപ്പം സൈമൾട്ടേനിയസ്ലി ഇത് 90 ഡിഗ്രി ആവും, ഇതെന്താവും, പൈ ആവും. ഓക്കെ, ഓക്കെ ആണോ? ആൻഡ് ഐ എം ഗിവിങ്, നമ്മൾ ഇതിന് ഓരോന്നിനും ഓരോ സൈഡ് കൊടുക്കാം. ഒ എ ബി. എന്നിട്ട് ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം അടുത്ത് ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ റൂളാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ എം ഗോയിങ് ടു അപ്ലൈ എ ന്യൂ റൂൾ. സോ വെയിറ്റ് ചെയ്യൂ. എനിക്കിത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നോക്കൂ, അപ്ലൈയിങ് സൈൻ റൂൾ ടു ട്രയാങ്കിൾ OAB. സൈൻ റൂൾ. എന്താണ് സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ? സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സൈഡ് 1 by sine of angle opposite is equal to side 2 by sine of angle opposite is equal to side 3 by sine of angle opposite. ഇതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്, സൈൻ റൂളിന്റെ കൺസെപ്റ്റ്. നോക്കൂ, suppose we have a triangle like this. Okay, and the
അതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ ABC. ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആണ്. ആൻഡ് ദി ആംഗിൾസ് ആർ, ഇവിടുത്തെ ആംഗിൾ A, ഇവിടുത്തെ ആംഗിൾ B, ഇവിടുത്തെ ആംഗിൾ C. സോ സൈൻ റൂൾ എഴുതുമ്പോൾ എഴുതേണ്ടെന്ന് പറഞ്ഞാൽ AB ബൈ AB എന്ന് പറഞ്ഞ സൈഡ് ഉണ്ടെങ്കിൽ AB എന്ന് പറഞ്ഞ സൈഡ് ഉണ്ടെങ്കിൽ ആ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്താണ്? C അല്ലേ? സൈൻ C is equal to, അടുത്ത സൈഡ് എടുക്കുകയാണ് BC ബൈ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? സൈൻ A അല്ലെ? is equal to മൂന്നാമത്തെ സൈഡ് ഏതാ? AC അല്ലെ? AC ബൈ സൈൻ അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? സൈൻ B. ഇക്വേറ്റ് ചെയ്താൽ ഇതാണ് നമ്മുടെ സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ. ഇതാണ് സൈൻ റൂളിന്റെ എസൻസ്. നമ്മൾ ഇതേ റൂള് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഞാനിവിടെ ഒരു ചെറിയൊരു തെറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതൊരു തെറ്റ് ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. സപ്പോസ് ഞാൻ ഈ ആംഗിൾ 90 അല്ല എന്ന് എടുക്കുകയാണ്. ഇതൊരു 90 അല്ല, ഇതൊരു ആർബിട്രറി ആംഗിൾ ആണ്. 90 എടുത്ത തെറ്റ്, നമ്മുടെ ഈ പ്രൂഫ് തെറ്റ്. അതുകൊണ്ടാണ് 90 ആണ് നമുക്ക് അവസാനം പ്രൂവ് ചെയ്യാം. 90 എടുക്കണ്ട, ഒരു ആർബിട്രറി ആംഗിൾ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, അപ്ലൈയിങ് സൈൻ റൂൾ ടു ട്രയാംഗിൾ OAB. OABയുടെ കേസ് ഇതല്ല, ഇത് നമുക്കിനി നോക്കണ്ട, ഇതാണ് നമ്മൾ നോക്കേണ്ട കേട്ടോ. നോക്കിക്കേ എന്ത് വരും? OB ബൈ സൈൻ എന്ത് പറയാം ഫൈ is equal to OA by sin theta is equal to AB by sin എന്ത് വരും? 90 അല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ 90 അല്ല. അതിപ്പോ 90 എടുക്കണ്ട, ഒരു ആർബിട്രറി ആംഗിൾ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ആംഗിൾ. അപ്പൊ അറിഞ്ഞൂടാത്ത ആംഗിൾ വരുമ്പോൾ എന്ത് ചെയ്യണം? We have to apply angle sum property of triangle. അതായത് sum of 3 angles will be 180 degree. ഓക്കെ, അപ്പം ഈ ആംഗിൾ, ഇവിടത്തെ ആംഗിൾ, അതായത് ഇവിടത്തെ ആംഗിളും ഇവിടത്തെ ആംഗിളും ഇവിടത്തെ ആംഗിളും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 180 ഡിഗ്രി എന്ന് വരണം. ഓക്കെ, അപ്പം അൺനോൺ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സാക്ട്ലി 180 മൈനസ് തീറ്റ പ്ലസ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യാണ്. Therefore ഞാൻ ഈ OB OA AB എന്നുള്ളത് മാറ്റി അവിടുത്തെ നൊട്ടേഷൻസ് കൊടുക്കുകയാണ്. OB എന്ന് പറഞ്ഞാൽ FX sin phi, OA എന്ന് പറഞ്ഞാൽ FY by sin theta, AB എന്ന് പറഞ്ഞാൽ R by sin 180 minus theta plus phi. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? Yes, we need to find the relation between R and FX and FY. അതായത് നമുക്കിപ്പം R മാത്രമേ അറിയാവൂ, നമുക്ക് ഇതിൽ നിന്ന് FX ഉം FY ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കിപ്പോ R ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കിപ്പോ FX കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിൽ നിന്ന് ഞാൻ FX-ന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, FX is equal to, ഞാൻ ഇതിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല, ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, FX is equal to ഈ എക്സ്പ്രഷൻ നോക്കിക്കോളേ, ഈ എക്സ്പ്രഷൻ ആണ് നോക്കേണ്ടത്. FX is equal to R into vector R into bracket sin phi by sin 180 minus theta plus phi എന്ന് എഴുതാമോ? കുഴപ്പമില്ലല്ലോ, എഴുതാമല്ലോ. ഓക്കെ, sin 180 minus theta plus phi എന്ന് എഴുതാമല്ലോ. ഇനി അതിനെ വേണമെങ്കിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്ത്
r into sin phi by sin 180 മൈനസ് തീറ്റ എന്താണ്? sin 180 മൈനസ് തീറ്റ എന്നാണ്. sin 180 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? sin a n അല്ലേ? അപ്പൊ അതുപോലെ ഞാൻ എഴുതുകയാണ്. sin 180 മൈനസ് തീറ്റ പ്ലസ് ഫൈവിനെ ഞാൻ sin തീറ്റ പ്ലസ് ഫൈവ് എന്ന് ജസ്റ്റ് എഴുതുകയാണ്. ഓക്കെ, എഴുതുകയാണേ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ തീറ്റ പ്ലസ് ഫൈവ്, ഓക്കെ, ഈ തീറ്റ പ്ലസ് ഫൈവിനെ ഞാൻ നേരത്തെ പറഞ്ഞു, തീറ്റ പ്ലസ് ഫൈവിനെ ഞാൻ നേരത്തെ 90 എടുത്തില്ല. ഇനി ഞാൻ തീറ്റ പ്ലസ് ഫൈവ്, അതായത് ഞാൻ പ്രൂവ് ചെയ്യാണ്, ഞാൻ ഇപ്പൊ എടുക്കുകയാണ് എന്തെന്ന്, ഇപ്പൊ ഞാൻ എടുക്കുകയാണ് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ് ഞാൻ. ഇപ്പോ ഞാൻ ഈ ആംഗിൾ, അതായത് ഇവിടത്തെ ആംഗിൾ ഇപ്പൊ ഞാൻ 90 എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഞാൻ ഇപ്പൊ 90 എന്ന് എടുക്കുകയാണ്. നേരത്തെ ഞാൻ ഒരു ആർബിട്രറി ആംഗിൾ ആയിട്ടാണ് ഞാൻ ഈ പ്രൂഫ് എല്ലാം ചെയ്തത്. ഇപ്പൊ ഞാൻ എടുക്കുകയാണ് ഈ ആംഗിൾ 90 ആണെന്ന്. ഓക്കെ, ഈ ആംഗിൾ ഇപ്പൊ 90 ആണെന്ന് എടുത്തു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ എക്സ്പ്രഷൻ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? r into sin phi by sin തീറ്റ പ്ലസ് ഫൈവ് ആണ്. അപ്പൊ sin തീറ്റ പ്ലസ് ഫൈവ് എന്താന്ന് പ്രൂവ് ചെയ്തു? sin തീറ്റ പ്ലസ് ഫൈവ് sin 90 ആണെന്ന് എഴുതിക്കൂടെ? അതായത് തീറ്റ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു 90. അതുകൊണ്ട് sin 90 എടുത്തു. therefore we can write it as r into sin 5. ഓക്കെ, എന്ത് കിട്ടി? sin 5 എന്ന് കിട്ടി. ഇത്രയും കിട്ടിയല്ലോ. അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ, therefore എന്ത് കിട്ടി? fx is equal to r sin 5 എന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഈ എക്സ്പ്രഷന് ഞാൻ തീറ്റയുടെ ടേംസ് എഴുതുകയാണ്. തീറ്റയുടെ ടേംസ് എഴുതുകയാണ്. തീറ്റയുടെ ടേംസ് എഴുതുമ്പോൾ എങ്ങനെ വരും? r sin തീറ്റയുടെ ടേംസ് എഴുതുമ്പോൾ എന്ത് വരാം? ഫൈന് എങ്ങനെ നമുക്ക് തീറ്റയിലോട്ട് മാറ്റാം? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? 90 മൈനസ് തീറ്റ അല്ലേ? സോറി, 90 മൈനസ് തീറ്റ അല്ലേ? കാരണം ഇനി അങ്ങോട്ട് പോവാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പം ഇത് r ആയിരുന്നു, ഇത് fx ആയിരുന്നു, ഇത് fy ആയിരുന്നു, ടോട്ടൽ ആംഗിൾ 90 ആയിരുന്നു, ഇത് ഫൈ ആയിരുന്നു, ഇത് തീറ്റ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ സൈൻ ഫൈനെ 90 മൈനസ് തീറ്റ എന്ന് എടുക്കുകയാണ്. നമുക്കറിയാം സൈൻ 90 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ അല്ലേ, അക്കോർഡിംഗ് ടു ട്രിഗണോമെട്രി. ഞാൻ അപ്പൊ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതുകയാണ്. സൈൻ 90 മൈനസ് തീറ്റയെ കോസ് തീറ്റ എഴുതി. ഈ എക്സ്പ്രഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? fx is equal to r cos തീറ്റ. അല്ലെങ്കിൽ ഞാൻ റിസൾട്ടിനെ ഞാൻ fx-ന്റെയും fy-ന്റെയും റിസൾട്ടിനെ r എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ വിളിക്കുകയാണ് f എന്ന് വിളിക്കുകയാണ്. വെറുതെ f എന്ന് വിളിക്കുകയാണ്. f cos തീറ്റ എന്ന് വിളിച്ചു. ഒരു എക്സ്പ്രഷൻ കിട്ടിയേ. ഇനി fy-യുടെ എക്സ്പ്രഷൻ കൂടെ എടുക്കുകയാണ്. fy എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നേരത്തെ? fy എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ എക്സ്പ്രഷൻ എടുത്തേ. നേരത്തെ പേജിൽ എക്സ്പ്രഷൻ എടുക്കേണ്ടേ ഏത് എക്സ്പ്രഷൻ? Now I am going to relate. ഇത് എടുക്കുന്നില്ല. ഈ രണ്ട് റിലേഷൻ കൂടെ ഒരുമിച്ച് എടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ എടുക്കുകയാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ എന്ത് വരും? അത് രണ്ടും കൂടെ എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? യെസ്, r into sin തീറ്റ by sin തീറ്റ പ്ലസ് ഫൈവ്. ഇതാണ് കിട്ടുന്ന എക്സ്പ്രഷൻ. അപ്പൊ നേരത്തെ ഞാൻ പ്രൂവ് ചെയ്തു തീറ്റ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ എന്ത് വരും? എക്സ്പ്രഷൻ എന്ത് വരും? r into sin തീറ്റ by sin 90. okay, sin theta by sin 90. therefore the expression can be written as r into sin theta by 1 എന്ത് വരാം? r into sin theta. therefore എന്ത് എഴുതാം? fy is equal to r sin theta അല്ലെങ്കിൽ f sin theta എഴുതാം.
എന്തൊക്കെ കിട്ടി നമുക്ക് ഇപ്പൊ എക്സ്പ്രഷൻ? അപ്പൊ ഞാൻ കിട്ടിയ എക്സ്പ്രഷൻസ് ഒന്നുകൂടെ മാറ്റി എഴുതുകയാണ്. Therefore, the expressions are fx is equal to f അല്ലെങ്കിൽ r എന്താന്ന് വെച്ചാൽ കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ നൊട്ടേഷൻ മാറ്റിയെന്നേ ഉള്ളൂ, f എന്നാക്കിയെന്നേ ഉള്ളൂ. f cos theta fy is equal to f sin theta. ഈ തീറ്റയും ഫൈയും എവിടെയെന്നാ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് എക്സ്പ്രഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് എക്സ്പ്രഷൻസ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. രണ്ട് എക്സ്പ്രഷൻസ് ആണിത്. പക്ഷെ നമുക്ക് എക്സാമിന് അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ നോക്കൂ, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സപ്പോസ് resultant is given, അതായത് f is given, resultant force തന്നിട്ടുണ്ട്, f is given. ഓക്കെ, നോക്കൂ. അപ്പം we need to find fx and fy, right? അപ്പം നോക്കൂ, ഞാൻ അത് പടമായിട്ട് വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, so this is the two force vectors. നമുക്ക് ഇതിന്റെ വാല്യൂ അറിയത്തില്ല. ഇപ്പൊ ഇത് fx ഉം ഇത് fy ഉം ആയിക്കോട്ടെ. ഓക്കെ, ഇത് fx ഉം ഇത് fy ഉം ആയിക്കോട്ടെ. ഓക്കെ, and the resultant, and let this be the resultant. റിസൾട്ടിനെ f എന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ r എന്ന് വിളിച്ച് നിങ്ങൾ കുളമാക്കണ്ട. and we know the value of f. ഓക്കെ, f ന്റെ വാല്യൂ നമുക്കറിയാം. let it be 20 ന്യൂട്ടൺ. ഓക്കെ, ഞാനത് f എന്ന് എടുക്കുകയാണ്. 20 ന്യൂട്ടൺ ഇപ്പൊ വിളിക്കുന്നില്ല. and let it be 20 ന്യൂട്ടൺ എന്ന് വിളിക്കുന്നില്ല. ഓക്കെ, 20 ന്യൂട്ടൺ എന്നുള്ളത് നിങ്ങൾ മറന്നു കളയുക. and we know theta നമുക്കറിയാമെങ്കിൽ, and if theta is the angle between fx and f ഉം fx-ന് ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് നമുക്ക് അറിയാമെങ്കിൽ, then fx നമുക്ക് കിട്ടും fx is equal to f cos theta. ഒന്നുമില്ല, ആ ആംഗിളിന്റെ കൊസൈൻ എടുത്തിട്ട് ഈ ഓവറോൾ എഫുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ഈ തീറ്റ നമുക്കറിയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ fy is equal to ബ്ലൈൻഡ്ലി നമുക്ക് എഴുതാം f sin തീറ്റ ആണെന്നും ബ്ലൈൻഡ്ലി നമുക്ക് എഴുതാം. ഈ രണ്ട് എക്സ്പ്രഷനും കാണാതെ പിടിച്ചു വെക്കണം. ഓക്കെ, ഇനി മറ്റൊരു സിറ്റുവേഷൻ, നമുക്ക് ഈ തീറ്റ നമുക്ക് അറിയത്തില്ല. തീറ്റയ്ക്ക് പകരം തീറ്റ നമുക്ക് അറിയത്തില്ല, അതിന് പകരം നമുക്ക് ഇവിടെ അറിയാവുന്നത് ഇവിടുത്തെ ഫൈ ആണെന്ന് വിചാരിക്കുക. ഫൈ എന്ന് പറഞ്ഞ കമ്പോണന്റ് ആണ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഫൈ ആണ് നമുക്ക് അറിയാമെങ്കിൽ, ഫൈ ആണ് നമുക്ക് അറിയാവും എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ fy നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. fy is equal to f cos phi എന്ന് എഴുതാം. fx is equal to f sin phi എന്ന് എഴുതാം. അതായത് ഏതാണോ നമുക്ക് അറിയാവുന്ന ആംഗിള്, ആ ആംഗിളിന്റെ സൈഡിലുള്ള കമ്പോണന്റിനെ, കോസ് കമ്പോണന്റ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം ഈ ഫോഴ്സ്, അതായത് റിസൾട്ടന്റും നമുക്കിവിടെ fy യുമായിട്ടുള്ള ആംഗിൾ ആണ് അറിയാവുന്നതെങ്കിൽ നമുക്ക് അവിടത്തെ കമ്പോണന്റ് കണ്ടുപിടിക്കാനായിട്ട് ആ ആംഗിളിലെ കൊസൈന്റെ കൂടെ നമ്മൾ റിസൾട്ടന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? ഈ ട്രിക്ക് മനസ്സിലായോ? ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിലുള്ളത്. ഇത് വളരെ ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സെക്ഷനിൽ ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.